നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഹൈഡ്രോഡൈനാമിക്സിലെ അല്ലെങ്കിൽ ഫിസിക്സിലെ മെക്കാനിക്സിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നുള്ള ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമായ ബെർണോളിസ് പ്രിൻസിപ്പിളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നേരിട്ടും പരോക്ഷമായും വളരെയേറെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു തത്വമാണ് ബെർണോളിയുടെ തത്വം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ന്യൂസിലും കണ്ടു കാണും, അല്ലെങ്കിൽ നേരിട്ടും കണ്ടു കാണും, വലിയ കാറ്റടിച്ചിട്ട് വീടുകളിലെ അല്ലെങ്കിൽ പല ഷെഡിൻ്റെ ഒക്കെ മേൽക്കൂരകൾ പറന്നു പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും, ഒരു സ്പീഡിൽ പോകുന്ന വാഹനത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു റെയിൽ പാളത്തിനടുത്ത് നിൽക്കുന്ന ഒരാൾ അടുത്തുകൂടെ ഒരു വലിയ സ്പീഡിലുള്ള ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ അയാൾ എങ്ങോട്ടായിരിക്കും വീഴുക? അയാൾ ആ പാളത്തിലേക്കായിരിക്കും വീഴുക, അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ അടുത്തേക്കായിരിക്കും വീഴുക. അതും അല്ലെങ്കിൽ നിങ്ങൾ 2 വീലേഴ്സൊക്കെ ഓടിക്കുന്നവരാണ്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അടുത്തുകൂടെ ഒരു ഹൈ സ്പീഡ് ഒരു വലിയ ലോറിയോ ബസ്സോ പോകുമ്പോൾ, വലിയ സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു ചരിവ്, അങ്ങോട്ടൊരു വലിവ്, ആ ബസ്സിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ലോറിയുടെ അടുത്തേക്ക് ഒരു വലിവ് അനുഭവപ്പെടാം. അതെല്ലാം ഈ ബെർണോളിയുടെ തത്വത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കടക്കാം. ബെർണോളിയുടെ തത്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ, ദ സം ഓഫ് ദി പ്രഷർ പി, ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം റോ വി സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ ഹാഫ് റോ വി സ്ക്വയർ, ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റോ ജി എച്ച് റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. സ്ട്രീം ലൈൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഹൈഡ്രോഡൈനാമിക്സിലെ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറഞ്ഞു. അതായത് നമ്മുടെ ലിക്വിഡുകളുടെ മോഷൻ, വെള്ളത്തിൻ്റെ മോഷൻ, വെള്ളത്തിൻ്റെ മോഷനിൻ്റെ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ സ്ട്രീം ലൈൻ ഫ്ലോയുണ്ട്, ടർബുലൻ്റ് ഫ്ലോയുണ്ട്. ഇത് ചെറിയ മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ സ്വച്ഛന്തം ഒഴുകുന്ന ഒരു പുഴ ആണ് സ്ട്രീം ലൈൻ ഫ്ലോയ്ക്ക് ഉദാഹരണം. വേറൊന്നുമല്ല, തൊട്ടുപുറകിലുള്ള ആ മോളിക്യൂള്, വെള്ളമാണെങ്കിൽ ആ തൊട്ടുപുറകിലുള്ള വാട്ടർ മോളിക്യൂള് ഒരു മുൻപിലത്തെ മോളിക്യൂളിൻ്റെ അതേ വഴിയിലൂടെ ഒഴുകുന്നു. അങ്ങനെയെങ്കിൽ അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അതായത് തട്ടിത്തടഞ്ഞ് ചിന്നിച്ചിതറി ഒഴുകുന്ന പുഴയല്ല, സ്വച്ഛന്തം വെറുതെ ഒഴുകുന്ന പുഴ. അല്ലെങ്കിൽ നമ്മുടെ പതുക്കെ തുറന്നുവിടുന്ന പൈപ്പും ഹൈ സ്പീഡിൽ തുറന്നു വിടുന്ന പൈപ്പും തമ്മിലുള്ള വ്യത്യാസമില്ലേ? അപ്പോൾ പതുക്കെ തുറന്നു വിടുന്ന പൈപ്പാണ് സ്ട്രീം ലൈൻ. അപ്പോൾ അങ്ങനെയുള്ള മോഷനെ നമുക്ക് ലെയറുകൾ ആയിട്ട് തരംതിരിക്കാം. ലെയറുകളായിട്ട് ഇങ്ങനെ വെട്ടി എടുക്കാവുന്ന രീതിയിലുള്ള അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒഴുക്കിനാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എയറും പെടുമെന്ന് ഓർക്കുക. അങ്ങനെയുള്ള സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡിൽ അതിൻ്റെ പ്രഷർ ഉണ്ടാകും, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിൻ്റെയും ആകെ തുക എന്നത് സം എന്നതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പ്രഷർ നിങ്ങൾക്കറിയാം, ഫോഴ്സ് പെർ ഏരിയ ആണ് പ്രഷർ. കൈനറ്റിക് എനർജി നിങ്ങൾക്കറിയാം, അതിൻ്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പെർ യൂണിറ്റ് വോളിയാണ്. അപ്പോൾ മാസ് ബൈ വോളിയം എന്നത് റോ, അതായത് ഡെൻസിറ്റിയാണ്, സാന്ദ്രത എന്ന് പറയുന്നു. ഉദാഹരണം, നമ്മുടെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്. അതായത് 1 m³ വോളിയത്തിൽ നമ്മുടെ പ്യുവർ വാട്ടർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 1 kg ഉണ്ടാകും എന്നുള്ള കണക്കാണ് ഈ റോ അല്ലെങ്കിൽ ഡെൻസിറ്റി തരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് വെച്ചാൽ ആ ഡെൻസിറ്റി വെച്ച് നമുക്ക് പറയാം ഹാഫ് റോ വി സ്ക്വയർ. അതുപോലെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ MGH ആണ്. MGH ഡിവൈഡഡ് ബൈ വോളിയം വന്നപ്പോൾ M/V റോ ആയി റോ GH. ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ലോയാണ് ഹൈഡ്രോഡൈനാമിക്സിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് നിലകൊള്ളുന്നത്. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകുന്നത്. നമുക്കിതിൻ്റെ പ്രൂഫാണ് ഇനി നോക്കുന്നത്. ബെർണോളിയുടെ പ്രിൻസിപ്പിളിൻ്റെ പ്രൂഫാണ്. കൺസിഡർ ദ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഹാവിങ് ട്യൂബ്. അതായത് ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഹാവിങ്
ട്യൂബിലൂടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഒഴുകുന്നു. നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ? വേറെ ഒന്നുമില്ല, ഇവിടെ വീതി കൂടുതലാണ്, ഇവിടെ വീതി കുറവാണ്. വീതി വ്യത്യാസപ്പെടുന്ന ഒരു ട്യൂബ്, ക്രോസ് സെക്ഷൻ ഏരിയ വ്യത്യാസമുള്ള ഒരു ട്യൂബിലൂടെ, നോൺ യൂണിഫോം ഉള്ള ട്യൂബിലൂടെ ഒരു ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നമുക്ക് കാണാം. അതിൻ്റെ ഈ ഭാഗം H2 ഹൈറ്റിലും ഈ ഭാഗം H1 ഹൈറ്റിലാണ് ഒരു ഗ്രൗണ്ടിൽ നിന്നും. ഈ ഭാഗത്തിൻ്റെ ഏരിയ A1 എന്നും ഈ വലിയ ഭാഗത്തിൻ്റെ എൻഡിൻ്റെ ഏരിയ A2 എന്നും കൊടുക്കാം. A1 ഭാഗത്തെ പ്രഷർ P1 എന്നും A2 ഭാഗത്തെ പ്രഷർ P2 എന്നും കൊടുക്കാം. നമ്മളിവിടെ മറ്റൊരു ഭാഗം കൂടി കൺസിഡർ ചെയ്യാണ്. ഈ രണ്ട് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രൂഫ് കണ്ടുപിടിക്കുന്നു, രണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പോർഷൻ നമുക്ക് BC എന്നും ഈ ഒരു പോർഷന് നമുക്ക് DA എന്ന് പേര് കൊടുക്കാം. ഈ ഭാഗത്ത് വെള്ളം ഒഴുകുന്നത് V1 സ്പീഡിലാണ് ഒഴുകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഏരിയയുടെ ഇത്രയും നീളം, ഇത്രയും ദൂരം എന്ന് വെച്ചാൽ V1 × Δt എന്നെടുക്കാം. അതായത് Δt സമയത്ത് ഇവിടെയും ഇവിടെയുമുള്ള ഒഴുക്കിൻ്റെ വേഗത V1 ഉം V2 ആണെങ്കിൽ ഇവിടത്തെ ദൂരം V2 Δt യും ഇവിടത്തെ ദൂരം V1 Δt ആണ്. എന്തുകൊണ്ടാണ് V1 Δt യും V2 Δt എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം, വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ v ആണ്. ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ലെങ്ത് ആണ്, ഈ ലെങ്ത് ആണ് വേണ്ടത്. ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ V2 എന്നാണ് കൺസിഡർ ചെയ്തിരിക്കണേ. V2 ഇവിടുത്തെ DEയുടെ V2 ആണെങ്കിൽ അവിടുത്തെ ടൈം നമുക്ക് Δt ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നു V2 Δt ആണ്. അതേപോലെ നമുക്ക് V1 Δt ആണ് ഈ BC എന്നുള്ള പോർഷൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ BCയിലെയും DEയിലെയും ഫ്ലോകളെ, അവിടുത്തെ ഒഴുക്കിനെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ആ ഫ്ലൂയിഡ് Bയിലും Dയിലും ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. Bയിലും Dയിലും ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെല്ലും ഉണ്ട്. ഒരു ഇവിടത്തെ ഇരിക്കുന്ന ഫ്ലൂയിഡ് ഒരു B1 Δt ദൂരവും മൂവ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഫ്ലൂയിഡ് V2 Δt ദൂരവും മൂവ് ചെയ്തു. ഒരു ചെറിയ ടൈം ഇൻ്റർവെൽ Δt കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഫ്ലൂയിഡ് V1 Δt യും ഇവിടെ ഇരിക്കുന്ന ഫ്ലൂയിഡ് V2 Δt ദൂരവും മൂവ് ചെയ്തു. ഈ വെലോസിറ്റി എന്തുകൊണ്ടാണ് മാറ്റം സംഭവിച്ചിരിക്കുക? വെലോസിറ്റി മാറ്റം സംഭവിച്ചിരിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നൊരു ഭാഗമുണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. A1 V1 = A2 V2 എന്നാണ്. അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിലൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ അളവ്, ഒരു ട്യൂബിലൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ അളവ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ട്യൂബിന് ചെറിയ വാവട്ടമാണെങ്കിൽ, ചെറിയ ക്രോസ് സെക്ഷൻ ഏരിയ ആണെങ്കിൽ അതിലൂടെ കൂടുതൽ ലിക്വിഡ് കുറഞ്ഞ ടൈമിൽ ഒഴുകേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും. സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെടി നനയ്ക്കുകയാണ്. ഒരു ഹോസ് വെച്ചുകൊണ്ട് നമ്മുടെ ചെടിയോ മുറ്റമോ നനയ്ക്കുകയാണ്. അപ്പോൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സിൽ നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഹോസിൻ്റെ എൻഡിൻ്റെ അവിടെ പതുക്കെ ഒന്ന് കൈകൊണ്ട് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയ്ക്കും. അതായത് വാവട്ടം അടച്ചു വയ്ക്കും. ഇച്ചിരി അടച്ചു വയ്ക്കുമ്പോൾ വെള്ളം കൂടുതൽ വേഗത്തിൽ ചീറ്റി പുറത്തേക്ക് ഒഴുകുന്നു. അതായത് ഏരിയ ക്രോസ് സെക്ഷൻ കുറച്ചാൽ വെലോസിറ്റി കൂടും. AV എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറഞ്ഞാലല്ലേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇതിലൂടെ 1 ലിറ്റർ വെള്ളം കയറി Δt സമയത്ത് അവൻ ഇവിടെ എത്തി.
അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പാവട്ടം കുറഞ്ഞു. അതേ 1 ലിറ്റർ വെള്ളം തന്നെ ഇപ്പുറത്തും ഇവിടെ ഒഴുകണ്ടേ? ഡെൽറ്റ ടി സമയത്ത് ഇവന് ഇവിടുന്ന് 1 ലിറ്റർ ഒഴിക്കൽ അതേ ട്യൂബിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അതേ ട്യൂബിൻ്റെ മറ്റേ ഭാഗമാണ് ഇവിടെയും. ഇവിടെ 1 ലിറ്റർ ഒഴിക്കൽ ഇവിടെയും 1 ലിറ്റർ ഒഴുകണം. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും, ഇവിടുത്തെ ഇതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ആ വെലോസിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ വന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്നും കൂടി നമ്മൾ നോക്കി. നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞു. അപ്പോൾ നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ആണ്. ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിക്കുക. അസ്യൂം ദാറ്റ് ദ വാട്ടർ ഫ്ലോയിങ് ഫ്രം DE to BC. നമ്മൾ ഈ ആരോയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഈ BC എന്നുള്ള എലമെൻറ്റിലുള്ള ഫ്ലൂയിഡിന്മേൽ എത്രമാത്രം വർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോർമുല അറിയാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ. അപ്പോൾ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രഷറിൻ്റെ ടൈംസിൽ ഫോഴ്സ് എഴുതിയാണ്. പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ, പ്രഷർ ഇൻറ്റു ഏരിയ. ഇനി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് V1 ഡെൽറ്റ ടി, V1 ഡെൽറ്റ ടി. ഓക്കെ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്ന് വെച്ചാൽ P1 A1 V1 ഡെൽറ്റ ടി. ഈ ബോക്സിൽ പ്രത്യേകം എടുത്ത് കാണിച്ചിരിക്കുന്ന സാധനം ഒന്ന് നോക്കുക. ഏരിയയുണ്ട്, ലെങ്ത്തും ഉണ്ട്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെച്ചാൽ ഈ ട്യൂബിൻ്റെ ഇത്രയും എലമെൻറ്റിൻ്റെ ഈ ലെങ്ത്താണ്. ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ ഇതാണ്. അങ്ങനെയെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് കിട്ടിയാൽ എന്തായത്? അതൊരു വോളിയമായില്ലേ? അതായത് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത് ഒരു വോളിയമാണ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് അറ്റ് BC എന്നുള്ളത് P1 A1 ഡെൽറ്റ V. ഇവിടെ ക്യാപിറ്റൽ V ആണ്, വോളിയം V ആണ്. ഇതുവരെയുള്ളതെല്ലാം വെലോസിറ്റി ആണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ DE എന്നുള്ള ഭാഗത്തെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ്, കാരണം ഈ DE എന്നുള്ള ഫ്ലൂയിഡ് ഇങ്ങോട്ട് ഒഴുകിയാണ് ഇവനെ ഒഴുക്കുന്നത്, ഇവനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നത് DE എന്നുള്ള ഭാഗത്തെ ഫ്ലൂയിഡാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് DE എന്നുള്ളത് ഇതേപോലെ തന്നെ എഴുതാം. W2 ഈക്വൽ ടു P2A2 ഡെൽറ്റ V. ഡെൽറ്റ V രണ്ടിടത്തും ഒന്ന് തന്നെയാണ്. V1 V2 എന്ന് എഴുതേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ V. വോളിയം രണ്ടിടത്തും ഒന്ന് തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് എന്തോരം വെള്ളം ഒഴുകി കിട്ടോ അത്രയും തന്നെ വെള്ളമാണ് ഇവിടെയും ഒഴുകപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ V വോളിയത്തിനുള്ള ചേഞ്ച്, എന്തോരം വോളിയം ഒഴുകി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ്, വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് നമുക്ക് ഇങ്ങനെ എഴുതാം: P1 A1 ഡെൽറ്റ V മൈനസ് P2 A2 ഡെൽറ്റ V. എവിടെ നിന്നാണ് മൈനസ് വന്നത്? വേറെ ഒന്നുമല്ല, ഇത് വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ആയിരുന്നു, ഇത് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു മൈനസ് ചിഹ്നം ചേർക്കുന്നു, അല്ലെങ്കിൽ ഇവനൊരു നെഗറ്റീവ് സിമ്പിൾ വരുന്നു. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ വർക്ക് ഡൺ ഈ രൂപത്തിലായത്. ഈ വർക്ക് ഡൺ ആണ് നമ്മളുടെ ഈ ഫ്ലൂയിഡിലെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ ഇവയെ ചേഞ്ച് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന വർക്കാണ് നമ്മുടെ ഫ്ലൂയിഡിൽ ഉണ്ടാക്കുന്ന കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എന്നിവയിലെ മാറ്റം വരുത്തുന്നത്. അങ്ങനെയെങ്കിൽ എത്രമാത്രം ചേഞ്ചാണ് ഈ പൊട്ടൻഷ്യൽ എനർജിയിലും കൈനറ്റിക് എനർജിയിലും ഈ വർക്ക് മാറ്റം വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ, പൊട്ടൻഷ്യൽ എനർജി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷനാണ്. ആ പൊക്കം, പൈപ്പിൻ്റെ പൊക്കം, ആ ട്യൂബിൻ്റെ രണ്ട് പൊക്കങ്ങൾ, ഹൈറ്റുകൾ നൽകിയത് ഓർക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, സാധാരണ ഇക്വേഷൻ എന്താണ്? MGH എന്നാണ്. അപ്പോൾ അതിൽ മാസ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. മാസ് പാസിംഗ് ത്രൂ ദ പൈപ്പ് ഇൻ എ ടൈം ഡെൽറ്റ ടി. ഡെൽറ്റ ടി സമയത്തിൽ എത്രമാത്രം ഫ്ലൂയിഡ് അല്ലെങ്കിൽ ജലം അതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഡെൽറ്റ M ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, റോ ഇൻറ്റു A1 V1 ഡെൽറ്റ ടി ആണ്. റോ ഇൻറ്റു വോളിയം. റോ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്നു ഡെൻസിറ്റി ആണ്, ആ ഫ്ലൂയിഡിൻ്റെ മാസ് ഡെൻസിറ്റി, സാന്ദ്രതയാണ്. അതെന്ന് വെച്ചാൽ മാസ്
ഡിവൈഡഡ് ബൈ വോളിയം ആയിരുന്നു ഡെൻസിറ്റി റോ എന്നത്. അപ്പോൾ മാസ് കിട്ടാൻ എന്ത് ചെയ്യണം? റോ ഇൻറ്റു വോളിയം ഇട്ടാൽ മാസ് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ കൊണ്ടുവരിക്കുന്നത് റോ ഇൻറ്റു വോളിയം. ഇത്രയും ഭാഗം വോളിയം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ റോ ഇൻറ്റു വോളിയം, റോ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നമ്മുടെ MGH എന്നുള്ള ഫോർമാറ്റ്, ചേഞ്ചിങ് ഗ്രാവിറ്റേഷണൽ പി ഡെൽ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു, ക്യാപിറ്റൽ യു. പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ യു എന്നുള്ള സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ പറയുമ്പോൾ ഡെൽറ്റ കൊടുത്തു. ഡെൽറ്റ യു എന്ന് വെച്ചാൽ MGH. എം ആണ് നമ്മൾ ഈ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്, അതിവിടെ അപ്ലൈ ചെയ്തു. റോ ഡെൽറ്റ വി. GH, H ആ മാറ്റം, രണ്ട് ഹൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ ചിത്രം നിങ്ങൾ ഓർക്കുക, രണ്ട് ഹൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എഴുതാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഹാഫ് mv² ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ഹാഫ് എമ്മിന് പകരം റോ ഡെൽറ്റ വി, ഹാഫ് mv² എന്നാണ് ഓർക്കുക. എമ്മിന് പകരം റോ ഡെൽറ്റ വി v². ഇവിടെയും വെലോസിറ്റി ഇവിടെ വ്യത്യാസമാണ്, ചേഞ്ചിനാണല്ലോ നമ്മൾ പറയുന്നത്. സ്മോൾ വി ആണ് ഇത്, ക്യാപിറ്റൽ വി. ക്യാപിറ്റൽ വി വോളിയം, സ്മോൾ വി വെലോസിറ്റിയും. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച വർക്ക് ഡൺ ആണ് ഈ രണ്ട് മാറ്റങ്ങളും വരുത്തുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാം P1 മൈനസ് P2 ഡെൽറ്റ വി, തൊട്ട് മുൻപ് കണ്ടുപിടിച്ച ടേമാണ്, അത് ഡെൽറ്റ വി പുറത്തെടുത്ത് എഴുതുന്നുള്ളൂ, ഈക്വൽ ടു ഇതേ പ്ലസ് ഇത് റോ ജി ഡെൽറ്റ വി H2 മൈനസ് H1 പ്ലസ് ഹാഫ് റോ ഡെൽറ്റ വി സ്മോൾ വി v2² മൈനസ് സ്മോൾ v1². ഓക്കെ, ഇതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഡെൽറ്റ വി എല്ലായിടത്തുണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ആവുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു 1 സഫിക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, റീഅറേഞ്ച് ചെയ്യുക. 1 സഫിക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കിട്ടും P1 പ്ലസ് ഹാഫ് റോ v1² പ്ലസ് റോ GH1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ v2² പ്ലസ് റോ GH2. ഇതാണ് ബെർണോളിയുടെ പ്രിൻസിപ്പിൾ. ഇതിനെ തന്നെ നമ്മൾ മറ്റൊരു രീതിയിലാണ് എഴുതി കാണിക്കാം. ജനറലി P പ്ലസ് ഹാഫ് റോ v² പ്ലസ് റോ GH ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിനിൻ്റെ അടുത്ത് നിന്നാൽ നമ്മൾ ട്രെയിനിൻ്റെ ഭാഗത്തേക്ക് വീഴും എന്ന് പറയാൻ സാധിക്കുക? അല്ലെങ്കിൽ നമ്മുടെ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ നമ്മുടെ മേൽക്കൂര പറന്നു പോകുമെന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾ നോക്കുക, ഏതൊരു സാഹചര്യത്തിലും ഇവ മൂന്നും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ട്രെയിൻ കടന്നു പോകുന്നു. അപ്പോൾ ട്രെയിൻ കടന്നു പോകുമ്പോൾ ട്രെയിൻ അതിന് ചുറ്റുമുള്ള ഒരു ലെയർ ഓഫ് എയറിനെയും അതേ സ്പീഡിൽ, ഒരു 125 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ അതേ സ്പീഡിൽ അതിന് തൊട്ട് അടുത്തുള്ള എയറിൻ്റെ ലെയേഴ്സിനെയും അവൻ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെലോസിറ്റി കൂടുതലാണ്, കൈനറ്റിക് എനർജി കൂടുതലാണ്. ഈ ഒരു ടേം കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടി ഈ ടൈമിലോ മാറ്റം വരണം. അപ്പോൾ അവിടെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ ഈ പ്രഷറിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്.
അപ്പോൾ നോക്കുക, ട്രെയിനിൻ്റെ ഭാഗത്തുള്ള എയറിൻ്റെ വെലോസിറ്റി കൈനറ്റിക് എനർജി കൂടിയപ്പോൾ ആ ഭാഗത്തെ പ്രഷർ കുറഞ്ഞു. ഓക്കെ, ട്രെയിനിൻ്റെ ഭാഗത്തുള്ള വെലോസിറ്റി കൂടിയ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടിയപ്പോൾ ആ ഭാഗത്തെ എയറിൻ്റെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ പുറകിലുള്ള എയറിൻ്റെ ലെയറിന് പ്രഷർ കൂടുതലും നമ്മുടെ മുൻപിൽ, അതായത് ട്രെയിനിൻ്റെ ഭാഗത്തുള്ള എയറിൻ്റെ ലെയറിന് പ്രഷർ കുറവുമാണ്. അപ്പോൾ ഏതൊരു സംഭവമാണെങ്കിലും ഏതൊരു ഫ്ലൂയിഡ് ആണെങ്കിലും പ്രഷർ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ കാറ്റൊക്കെ ഉണ്ടാകുന്നത്. പ്രഷർ കൂടിയ ഭാഗത്തുനിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങനെ എയർ തള്ളി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളും അതിൻ്റെ ഒപ്പം ഇങ്ങോട്ട് വീണു പോകുന്നു. അതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ മേൽക്കൂര പറന്നു പോകുന്നതും. അതായത് മുകളിലൂടെ ഹൈ വെലോസിറ്റിയിൽ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേൽക്കൂരയുടെ മുകളിൽ. എന്നാൽ വീടിൻ്റെ അകത്ത് എയറിന് ആ ഒരു വെലോസിറ്റി ഉണ്ടോ? ഇല്ല, കാരണം ചുമരുകളാൽ ബന്ധിതമാണ്. അപ്പോൾ അകത്തേക്ക് ആ ഒരു വെലോസിറ്റിയിൽ അകത്തെ എയർ സഞ്ചരിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബെർണോളിയുടെ തത്വപ്രകാരം തന്നെ ഈ ഒരു ടേം മുകൾ ഭാഗത്ത്, മേൽക്കൂരയുടെ മുകൾ ഭാഗത്ത് ഈ ഒരു ടേം കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ ഈ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പുറത്തെ മേൽക്കൂരയുടെ മുകളിലത്തെ പ്രഷർ ലോ ആകുന്നു. പ്രഷർ ലോ ആകുമ്പോൾ അടിയിൽ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പ്രഷർ ഹൈ പ്രഷറും തൊട്ടു മുകളിൽ ലോ പ്രഷറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്തുള്ള എയറിന് പുറത്തേക്ക് മുകളിലേക്ക് ഒരു തള്ളിച്ച ഉണ്ടാകുന്നു. അപ്പോൾ ലൂസ്ലി ടൈറ്റൻ ചെയ്ത ഒരു മേൽക്കൂരയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മേലോട്ട് ആ എയറിൻ്റെ ഒപ്പം തള്ളിപ്പോകുന്നു. ഇത്രയുള്ള കാര്യങ്ങൾ. ഇതാണ് ബെർണോളിയുടെ തത്വം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോനായിട്ട് കാത്തിരിക്കാം. ഈ വീഡിയോ സഹായകമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് വീഡിയോകൾ വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും മാറ്റങ്ങൾ വീഡിയോ എടുക്കുന്ന രീതിയിലോ പറയുന്ന രീതിയിലോ മാറ്റം വരുത്തണമെങ്കിലും പറയാവുന്നതാണ്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.